മധുവനത്തിൽ വന്നു. ധ്രുവൻ തീവ്രമായിട്ടുള്ള യോഗാഭ്യാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സങ്കല്പം മൂർത്തതയുടെ പാരമ്യതയിലെത്തി, സങ്കല്പശക്തിയുടെ പാരമ്യതയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അകത്തൊരാളെ കണ്ടു. ചതുർബാഹുവായിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. കണ്ടു മുൻ പരിചയമൊന്നുമില്ല. ഇതാരാത് ചിന്തിക്കുക മനസ്സ്. നല്ല സുന്ദരൻ, കയ്യിൽ ശംഖുണ്ട്, ചക്രമുണ്ട്, ഗതയുണ്ട്, ഒക്കെ ഉണ്ട്. ധ്രുവാന്നൊരു വിളി കേൾക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ അകത്തുള്ള ആളാണ് വിളിക്കണം. വീണ്ടും വിളി കേൾക്കുന്നു. ഈ വിളി വരുന്ന പുറത്തുനിന്നാണല്ലോ. കണ്ണ് തുറന്നപ്പോൾ അകത്ത് കണ്ട ആളുണ്ട്, പുറത്ത് നിൽക്കുന്നു. അപ്പോൾ മനസ്സിലായോ? അകത്ത് കണ്ടാലേ പുറത്ത് കിട്ടൂ. അകത്ത് കണ്ട ആളുണ്ട്, പുറത്ത് നിൽക്കുന്നു. അങ്ങനെ ഇമപെട്ടാതെ കുട്ടി ഇങ്ങനെ നോക്കിയതിരാദ്യം ഇങ്ങനെ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ് ജീവിതത്തിൽ. ഇത്ര തേജസ്സുള്ള സർവ്വചരാചരങ്ങളിൽ നാഥനായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനെ ഇങ്ങനെ നോക്കി നിന്നു. ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് വീണു. അതിന് കുറേ ഉമ്മ വെച്ചു, കെട്ടിപ്പിടിച്ചു, അവിടെ കടന്നു. എന്നിട്ട് ഇങ്ങനെ വീണ്ടും കിടന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഭഗവാനെ. നിലത്ത് ഇങ്ങനെ കിടന്നിട്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഒരു വാക്ക് കിട്ടുന്നില്ല. സാധാരണ കുട്ടികൾ വാചാലരാ, അവർക്ക് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല ധ്രുവന്. ധ്രുവൻ്റെ ആ വിഷമസ്ഥിതി കണ്ടിട്ട് തൻ്റെ കയ്യിലെ ശംഖുകൊണ്ട് കവളത്തൊന്ന് തൊട്ടു. കവളത്ത് ഒന്ന് തൊട്ടു. ആ സമയത്ത് ധ്രുവനിൽ ആ വാണി സരസ്വതി അങ്ങോട്ട് പ്രവേശിച്ചു. അതേപോലെ സകല വസ്തുക്കളിലും പ്രവേശിച്ചിരിക്കണ മായയുടെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ അസത്തുക്കളിൽ, അസദ്ഗുണങ്ങളിലും പ്രവേശിച്ചിരിക്കുന്ന ഭഗവാന്റെ ശക്തിയെ ധ്രുവൻ തിരിച്ചറിഞ്ഞു. ധ്രുവന് ശരിക്കൊരു വിരാട് രൂപ ദർശനമാണ് അവിടെ കിട്ടുന്നത്. അങ്ങയുടെ തൃപ്പാദങ്ങളെ ഗുരുവായൂരപ്പ ധ്യാനിക്കണത് കൊണ്ടും അങ്ങയുടെ ഭക്തന്മാരുടെ കഥകൾ സദാ ഈ ചെവി കൂടെ കേൾക്കണോണ്ടും ജീവന്മാർക്ക് ഉണ്ടാകണ ആനന്ദം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങയുടെ നിരാകാര രൂപമായിട്ടുള്ള ബ്രഹ്മത്തിന്ന് പോലും കിട്ടുന്നില്ല എന്ന്. ഭക്തിയുടെ ഹൈറ്റാണ് ധ്രുവൻ പറയണത്. അതായത് ബ്രഹ്മാനന്ദത്തിനേക്കാളും വലിയ ആനന്ദമാണ് ഭഗവാനെ കാണാൻ കിട്ടുമ്പോൾ, ഭഗവാന്റെ കൂടെ ചേർന്നിരിക്കാൻ കിട്ടുമ്പോൾ കിട്ടേണ്ട രസം. അതുകൊണ്ട് അത്ര ബ്രഹ്മസ്വരൂപം ലഭിച്ചാലും ഭക്തൻ ഒരു പടി താഴേക്ക് ഇറങ്ങിയിരുന്നിട്ട് പിന്നെയും ഭഗവാനെ ആരായിച്ചുകൊണ്ടിരിക്കും അത്രേ.